Ladies and gentlemen, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ഫോണിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് പേര് എന്നെ അടുത്ത് ചോദിച്ചു, ഷസ് ബ്രോ വിവോ X200T എടുക്കണോ അതോ മോട്ടോറോളയുടെ സിഗ്നേച്ചർ എടുക്കണോ? നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണെന്നുള്ളതും ഈ രണ്ട് ഫോണിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നിങ്ങൾ ഈ ഫോണിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഫോണിൽ എന്തൊക്കെയുണ്ടെന്ന് അതിൽ പറയാൻ പറ്റും. ഞാൻ ഇത് വളരെ വേഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. ഒരു മറ്റേ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ല ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് യൂസ് ചെയ്തതിന് ശേഷം എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതാണ്ട് ഈ ഫോണാണ് വിന്നർ. അണ്ണനെ വെച്ച് നോക്കുമ്പോൾ അണ്ണന് കുറേ സാധനങ്ങളില്ല, അണ്ണനുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അണ്ണൻ്റെ കയ്യിൽ. അണ്ണന് പക്ഷേ രണ്ട് സാധനങ്ങൾ ഇന്ത്യയിലില്ല, ദുബായിലും അണ്ണന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ആദ്യം തന്നെ മോട്ടോറോളയെ പറ്റി നിങ്ങൾ ഡിസൈൻ കാണണമല്ല, ഇത് കാണുമ്പോൾ നമുക്ക് ഒരു പഴയ X200 X200 പ്രോയിൻ്റെയൊക്കെ ഒരു ലുക്ക് വരും. അത് തന്നെയാണ് അവർ പിടിച്ചേക്കണത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ അല്ലെങ്കിൽ എവരെ തന്നെ 30,000 40,000 ഇറങ്ങിയ എഡ്ജ് സീരീസിൻ്റെ ഒരു ലുക്ക് വരും. എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഫോണിന് വേറൊരു കിടിലൻ ഡിസൈൻ കൊടുക്കുകയായിരുന്നു മോട്ടോറോളയ്ക്ക്. പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അല്ലാതെ ഇത് ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നാണ് വലിയ മറ്റേ ഡിസൈൻ മഹാന്മാരൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ് ബാക്കും മെറ്റാലിക് ബോഡിയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ലെതർ ബാക്കാണോ ഒരു ക്ലോത്ത് ഫീല് തരുന്ന ഒരു മെറ്റീരിയലാണ് ഇവിടെ ബാക്കിൽ വരുന്നത്. മെറ്റാലിക് ബോഡിയാണ്. വളരെ സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് മോട്ടോറോള ഫീൽ ചെയ്തത്, അപ്പാർട്ട് വെൻ യു കമ്പയറിങ് വിത്ത് ദിസ് ഐറ്റം. പിന്നെ നമുക്ക് ഡിസൈനിൽ ഇതാണ്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നത് ഒരു AI ബട്ടനാണ്. ഇവിടെ ഒരു ബട്ടനും ഇല്ല, വോളിയം ബട്ടനും മറ്റേ പവർ ബട്ടനേ ഉള്ളൂ. സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ടെന്നാൽ ഈ സാധനം സൗണ്ട് ട്യൂൺഡ് ബൈ ബോസ് ആണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിൻ്റെ ജമിട്ടൻ ലീലാവിലാസങ്ങൾ നിങ്ങൾക്കിതിൽ കേൾക്കാമെന്നാണ് അതിൻ്റെ. അത് മനസ്സിലായില്ലേ? പിന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡോൾബി വിഷൻ്റെ സപ്പോർട്ടില്ല, HDR10+ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. രണ്ടിലും IP റേറ്റിംഗ് 68ഉം 69ഉം ആണ്. രണ്ടിലും ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും. ഇതിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്, ഇതിലില്ല. ഇതിൽ വയറ് കുത്തിയിട്ടിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് വയർ ചാർജിങ് ഉണ്ട്. ഇതിൽ റിവേഴ്സ് വയർ ചാർജിങ് 5 വാട്ടും 18 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും തരുന്നുണ്ട്. ഏത് ആ ലെവലിൽ. അപ്പം അതാണ് പറഞ്ഞത്, ഈ ഫോണിൽ നിങ്ങൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫോണിലെല്ലാം ഉണ്ട്, എല്ലാം. പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനോട്ടാണ് ഈ പറഞ്ഞു വരാൻ പോണത്. അപ്പോൾ എന്തിനാണെങ്കിലും മെറ്റാലിക് ബോഡിയാണ്. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ് ഡിസ്പ്ലേ, ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ. ഓക്കെ, അൾട്രാസോണിക്, ഇതിലും അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടെ വൈഡറായിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് മോട്ടോറോള ഫീൽ ചെയ്തത്. കർവ് ഡിസ്പ്ലേ ആണ് കേട്ടോ. അതും മാത്രമല്ല കുറച്ചും കൂടെ ഒരു വൈഡായിട്ടുള്ളൊരു ഫോണാണ്. ഇത് കുറച്ചും കൂടെ ഒരു നാരോ ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് വിവോ ഫീൽ ചെയ്തത്. 120 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. കുറച്ചും കൂടെ നിറ്റ്സ് ഈ എണ്ണനാണ് കൂടുതൽ. ഇതിന് 5000 ആണ്, ഇതിന് 6500 മറ്റേ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വെയിലത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാലൊന്നും വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നമല്ല. രണ്ട് ഫോണും ജിമിട്ടനാണ്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡോൾബി വിഷൻ, HDR10+, മറ്റത് മറിച്ചത് തേങ്ങയൊക്കെ ഉണ്ട്. ഇതിൽ സൈസ് മാസ്റ്റർ ട്യൂണിംഗ് ആണ് പറഞ്ഞത്, അതിൽ മാസ്റ്റർ ആയിട്ടാണ് പറഞ്ഞത്. ഇതിൽ പാൻറ്റോൺ എന്ന് പറയുന്ന മറ്റേ ഈ കളർ ഓരോ വർഷം അമ്മമാരെ കളർ ഇറക്കും, പാൻറ്റോൺ കളേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ട്രൂ ടു ദ കളർ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അവന്മാരെ കളർ പരിപാടിയാണ് ഈ AMOLED ഡിസ്പ്ലേയിൽ ട്യൂൺ ചെയ്തതിന് വേണ്ടി അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പരിപാടി വരുന്നത്. രണ്ടിലും PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഇതിൽ 2260 Hz PWM ഡിമ്മിങ് എന്നാണ് പറഞ്ഞത്. ഇതിലും ഉണ്ട്. ഇതിൽ 4000 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇതിലും ഉണ്ട്, PWM ഡിമ്മിങ് ഉണ്ട്. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഫ്രണ്ടിൽ ഇവിടെ വരുമ്പോൾ മറ്റേതാണ് സ്ക്വാഡ് സെൻസേഷൻ ക്വാർ എന്ന് പറയുന്ന മറ്റേ ക്വാറില ഗ്ലാസ് ഒന്നും അല്ല. ഫേസ് ID വരണുണ്ട്, അറിയാമല്ലോ, മറ്റേ ക്യാമറ വെച്ചിട്ടുള്ള ഫേസ് ID ആണ്, ആക്യുറേറ്റ് അല്ല. അതുകൊണ്ട് എല്ലാവരും അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ യൂസ് ചെയ്യുക എന്ന് ഞാനിവിടെ താഴ്മയായി ഉപദേശിക്കുകയാണ്. ഓക്കെ, വെയ്റ്റിൻ്റെ കേസിൽ ഇതിന് 186 ഗ്രാമേ ഉള്ളൂ. ഇതിന് 203 205 വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ ഒരു ഇൻഹാൻഡ് ഫീൽ നോക്കുമ്പോൾ ഈ കേർവ്ഡ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാനും നിൽക്കാനൊക്കെ ഇതാണ് സുഖം. പക്ഷേ
ഒറ്റ കൈയിട്ടുള്ള പരിപാടികൾ നടക്കില്ല. ഞാൻ പറഞ്ഞ പോലെ വൈഡായിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ടാണ്. ഇതിൽ ഒറ്റ കൈ അത്യാവശ്യം പറ്റും, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നടക്കും. പക്ഷേ ഇത് ഇത്തിരി ഹെവിയാണ് കേട്ടോ, ഗ്ലാസ് ബാക്ക് വരുന്നതുകൊണ്ട് ഹെവിയാണ്. ഇത് ഈ പറഞ്ഞ ക്ലോത്ത് മെറ്റീരിയൽ ആയതുകൊണ്ട് വലിയ വെയിറ്റ് അങ്ങ് കുറഞ്ഞ് 186 ഗ്രാമേ ഉള്ളൂ. അത് നമുക്ക് ഫീൽ ചെയ്യും ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ 2 പെട്ടിയിനകത്ത് 2 മറ്റേ കേസ് വരുന്നുണ്ട്, ചാർജർ വരുന്നുണ്ട്, വയർ വരുന്നുണ്ട്, സിം എജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. 2ലും ഇ സിം സപ്പോർട്ട് വരുന്നുണ്ട്, അതും പേടിക്കേണ്ട. ഇതിൽ അതായത് ഒരു നാനോ സിമ്മും ഒരു ഇ സിമ്മും, അല്ലെങ്കിൽ 2 നാനോ സിമ്മ്. ഇതിൽ 2 ഇ സിം വരെ സപ്പോർട്ട് ചെയ്യും, 2 നാനോ സിമ്മ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് 4 എണ്ണം ഒന്നും ഇടാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു എണ്ണം, ഒന്നെങ്കിൽ ഒരു ഇ സിമ്മ്, അല്ലെങ്കിൽ ഒരു നാനോ സിമ്മ്, അല്ലെങ്കിൽ ഒരു 2 ഇ സിം, അല്ലെങ്കിൽ 2 നാനോ സിം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി പോകുന്നത്. ഒരു കാര്യം കൂടെ എടുത്ത് പറയാം, ഇത് 6.8 ഇഞ്ചും ഇത് 6.6 ഇഞ്ചുമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഓക്കെ, ബാറ്ററിയുടെ കേസിനെ പറ്റി പറയാനാണെങ്കിൽ 5200 mAh ബാറ്ററിയും 6200 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അതിരിക്കുന്നത്. ഈ 2026 ഈ സാധനത്തിന് 5200 mAh കാർബൺ സിലിക്കൺ എന്തിനാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. വെയിറ്റ് കുറയ്ക്കാനായിരിക്കണം, അല്ലെങ്കിൽ അവരെ സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഒപ്റ്റിമൈസേഷനും ബെറ്ററാണ് എന്നാണ് അണ്ണൻ പറയണത്. മറ്റേ എന്തിനാണെങ്കിലും നമുക്കറിയാം എൻ്റെ അവസ്ഥ എന്തിനാണെന്ന് അറിയാം. പിന്നെ ഇതിൽ LTPO പാനലല്ല, ഇത് LTPS പാനലാണ്, ഇത് LTPO പാനലാണ്. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ Dimensity 9400+ ചിപ്സെറ്റും സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 5 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. LPDDR5X റാമാണ്, UFS 4.1 സ്റ്റോറേജാണ്. നിങ്ങൾക്ക് ഫാസ്റ്റ് ആൻഡ് സ്നാപ്പിയാണ്, ഗെയിമുകളൊക്കെ കളിക്കാം, ഒരു കുഴപ്പമില്ല. 2ലും ഈക്വലി കേപ്പബിളാണ്. ഇത് കുറച്ചും കൂടെ ബെറ്ററാണ്, സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഗെയിമിന് വേണ്ടി ഒപ്റ്റിമൈസേഷൻ ചെയ്ത GPUവും CPU ഒക്കെ ആയതുകൊണ്ട്. പിന്നെ AI പരിപാടി ചെയ്യാനാണെങ്കിലും അണ്ണന്മാരാണ് കിടിലം. സ്നാപ്ഡ്രാഗൻ്റെ കോൾകോമിൻ്റെ സാധനമായതുകൊണ്ട് ഈ പറയുന്ന സ്പെക്ടർ ISP പിന്നെ അവന്മാർ തന്നെ ഒരു NPU ഒക്കെ കുറച്ചും കൂടെ ബെറ്ററാണ് സ്നാപ്ഡ്രാഗൻ്റെ. ഇത് മോശമാണെന്നല്ല ഞാൻ പറയണത്, ഇതും ഈക്വലി കേപ്പബിളാണ്. ചിലവർക്ക് അതൊക്കെ ഡിഫറൻസ് മനസ്സിലാവും, സാധാരണക്കാരനൊന്നും അത് മനസ്സിലാവാൻ പോലും പോകണില്ല. എന്തിനാണെങ്കിലും ഗെയിം കളിക്കാൻ ജിമിട്ടനായിട്ടാണ്. നിങ്ങൾ BGMI ഒക്കെ കളിക്കുകയാണെങ്കിൽ 120 FPS ഒക്കെ കിട്ടും. PUBG ഈ 2 ഫോണിലും 60 ഹെർട്സിലാണ് കിടക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് അറിയണ്ട, 60 FPS. BGMI 120 ഉണ്ട്, 2നും ഉണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് മറ്റേ കാർ ഓടിക്കണ കളിയൊക്കെ ആണെങ്കിൽ ഷറവറാന്ന് തന്നെ കളിക്കാം. ഫുട്ബോൾ കളി, എല്ലാ കളിയും ഈ 2 ഫോണിലും നടക്കും. ടോപ്പ് ഓഫ് ദ ലൈൻ ചിപ്സെറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കേസും എനിക്ക് വലിയൊന്നും പറയാനില്ല. പിന്നെ 2 എണ്ണത്തിൻ്റെ ഇരിക്കണം. ഇതിൻ്റെ അകത്ത് മോട്ടോറുള്ള OS ആണ്, ഇതിൻ്റെ അകത്ത് ഒറിജിൻ OS ആണ്. അവിടെയാണ് ഒരു മെയിൻ പരിപാടി വരണത്. അണ്ണൻ നല്ലതാണ്, അണ്ണൻ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അണ്ണൻ്റെ കയ്യിൽ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട് വേസോ ആഡ്സോ അങ്ങനത്തെ പരിപാടി ഒന്നും വരില്ല. ഇന്ന് അണ്ണന് ബ്ലോട്ട് വേസും ആഡ്സ് കൊണ്ട് അത് തടയാനുള്ള പ്രതിവിധി നിങ്ങൾക്ക് തന്നെ അറിയാം. അത് ചെയ്യേണ്ടതൊക്കെ ചെയ്യാറുള്ളവർക്ക് അറിയാം. ആഡ് മറ്റേ DNS പോയിട്ട് സാധനങ്ങൾ ഇടുക, അതിൻ്റെ അകത്ത് കിടക്കണ മറ്റേ സാധനം ഡൗൺലോഡ്, അതായത് ഈ ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ അനാവശ്യ ആപ്പൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതും മാറും. പിന്നെ മറ്റേ കരോസുകൾ ഓഫ് ചെയ്ത് ഇടാം ലോക്ക് സ്ക്രീനിൽ. ഇതിൽ ഒരു വിഷയം വരില്ല. ഇത് മറ്റേ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇതിൽ ആപ്സ് പോലും വളരെ കുറവാണ്, മനസ്സിലായോ? നമുക്ക് ഇൻബിൽട്ടായിട്ട് ഗൂഗിളിൻ്റെ ആപ്സ്, ഇതിന് ഗാലറി തന്നെ ഗൂഗിൾ ഫോട്ടോസാണ് ഇതിൻ്റെ ഗാലറി. ഇതിനൊരു സെപ്പറേറ്റ് ഗാലറി ഉണ്ട്, നമുക്ക് പോയി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗാലറി ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല, ഗൂഗിളിൻ്റെ സാധനം തന്നെയാണ്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇവർ പറയണത്. ഒറിജിൻ OSൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഒറിജിൻ OSൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ജാനുവരി പാച്ചാണ് കിടക്കുന്നത്. അണ്ണൻ്റെ പ്രശ്നം, അണ്ണൻ്റെ പഴയ ഫോണുകളിൽ തന്നെ കൺസിസ്റ്റൻ്റേ അല്ല. ആണ്ടിനും ആവണിക്കും വരും ഒരു അപ്ഡേറ്റ്. അത് വന്നു കഴിഞ്ഞാൽ ബഗ്ഗോട് ബഗ്ഗാണ്. പിന്നെ ആ ബഗ്ഗിനെ കൊല്ലാനായിട്ട് പിന്നെ അവന്മാർ എന്നാണ് ഒരു പുതിയ അപ്ഡേറ്റ് തരണമെന്ന് ഒരു പിടിയില്ല. ഇതാണ് ഈ മോട്ടോറോളയുടെ വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇൻ മൈ ഒപ്പീനിയൻ ഈസ് ബെറ്റർ ഓൺ ഒറിജിൻ OS. ഒരുപാട് കിടിലം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പണിയൊന്നും ഇല്ല, കസ്റ്റമൈസേഷനൊന്നും വലിയ സംഭവമല്ല. വേറസ് ഇൻ ദിസ് ഫോൺ യു ക്യാൻ കസ്റ്റമൈസ് യുവർ ഫോൺ ബെറ്റർ. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടെ ഒരു ഗൂഗിൾ പിക്സലിൻ്റെയൊക്കെ ഒരു ഫീലാണ് നമുക്ക് ഈ ഫോണിൽ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ പിക്സലിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസൊക്കെ വേറെ ലെവലാണ്, അത് ഞാൻ കമ്പയർ ചെയ്യാനില്ല. പക്ഷേ ഏറെക്കുറെ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സർവീസ് ടോപ്പ് ഓഫ് ദ ലൈനാണ്. വിവോര നമ്മളെ നാട്ടിൽ ഈ അണ്ണൻ്റെ സർവീസ്
വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലൊന്നും വലിയ വിഷയമൊന്നുമില്ല, കൊച്ചി, കാലിക്കട്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നൊരു കടയിൽ പോയിട്ട് ആ കടയിൽ പിന്നെ പോകുമ്പോൾ ആ കട അവിടെ കാണില്ല, സർവീസ് സെൻറ്റർ, അത് വേറെ എവിടെയെങ്കിലും പോവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കണക്ടിവിറ്റി അണ്ണൻ കുറച്ചും കൂടെ ബെറ്ററാണ്. നിങ്ങളുടെ കയ്യിൽ ലെനോവോൻ്റെ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ അണ്ണൻ പെയറാവും. ഇത് രണ്ടു വരെ അച്ഛനാണ്, ലെനോവോ ആണ് ഇപ്പം മോട്ടോറോളയും ഭരിക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടിക്ക് നടക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ AI ബട്ടൺ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റേ മോട്ടോറോള AI പരിപാടി ചെയ്യാം. മറ്റേ പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഓൾസോ യു ഹാവ് മറ്റേ മോട്ടോറോളയുടെ അക്കൗണ്ടിലൊക്കെ കയറണം. അതേപോലെ നമ്മുടെ കോപ്പൈലറ്റുമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ലെനോവോരെ ഇതായതുകൊണ്ട് കോപ്പൈലറ്റും പെർപ്ലക്സിറ്റിയും ആണ് ഇതിൻ്റെ സാധനം. ഇതിൻ്റെ അകത്ത് ജെമിനി ഗണേശനും അണ്ണന്മാരൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിലും ജെമിനിയൊക്കെ ഇടാം, പക്ഷേ മോട്ടോറോളയുടെ പരിപാടി ആയതുകൊണ്ട് മറ്റവരുമായിട്ടുള്ള ഡീലിംഗ് ആയതുകൊണ്ട് അവർ ജെമിനിയെ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് ജെമിനി പരിപാടി ഇതിൽ ഇടാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദെയർ. പിന്നെ വരുന്നത് ക്യാമറയാണ്. ഫ്രണ്ട് മെഗാ പിക്സൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ, 50 മെഗാ പിക്സൽ. അത്യാവശ്യം ഇത് വെച്ചെടുക്കുന്ന സെൽഫീസും വീഡിയോസൊക്കെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാം. ബാക്കി വരുമ്പോൾ നിങ്ങൾക്ക് 50 മെഗാ പിക്സലിൻ്റെ സെൻസറും ഇവിടെയും 50 മെഗാ പിക്സലിൻ്റെ സെൻസറുമാണ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മളുടെ Vivo X200Tയിൽ നമ്മൾ എടുക്കുന്ന ഫ്രണ്ട് ക്യാമറയുടെ ഫുട്ടേജാണ്. ഇതേപോലത്തെ നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള സെൽഫി വീഡിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബാക്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ക്യാമറയും പോലെ ഇത് ബ്ലോൺ ഔട്ടായിരിക്കും, നമ്മളിങ്ങനെ ഇരിക്കും. എന്താണെങ്കിലും മുഖം നല്ല ലിറ്റപ്പാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ് തിങ്. പിന്നെ നിന്ന് നിപ്പിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ബട്ടൺ അവിടെ കിടപ്പുണ്ട്. നിന്ന് നിപ്പിൽ ബാക്ക് ഇത് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കാണിക്കാം. ലോകം കാണിക്കാനായിട്ട് തന്നെ ഇത് കാണിക്കാം. അതെന്നെ സൂമിൻ ചെയ്യാം. കണ്ടില്ലേ ഗൈസ്, എൻ്റെ ടോയ് കളക്ഷൻ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞതാണ്ടേ ഇതേപോലെ വെറുപ്പിക്കാം. 10Xൽ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിന്ന് നിപ്പിൽ അൾട്രാ വൈഡും നിങ്ങൾക്കാക്കാം. യെസ്, എല്ലാം 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെൻസും വളരെ സിമ്പിളാണ്. സോ നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതേപോലെ പോസ്റ്റ് ബട്ടൺ അവിടെ താഴെ കാണിക്കുന്നുണ്ട്. ആ വഴി നിങ്ങൾക്ക് പോസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയും വെക്കാം. അത് പോസ് ചെയ്യുക, സമയം എങ്ങനെ നിന്നിട്ട് ഈ ഒരു ഫ്രെയിം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് റിസ്യൂം ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, പോസ് ചെയ്തിട്ട് ഞാൻ പിന്നെയും അതേ സ്ഥലത്ത് ഇപ്പോൾ വേറൊരു സ്ഥലത്തിലോട്ട് മാറിയിട്ട് ഇപ്പം വേറൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് പോസ് ചെയ്തും നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് നമ്മളുടെ Vivo X200Tയുടെ വീഡിയോ ക്ലാരിറ്റി പറ്റി പറയാനുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയിൽ 4K 60 FPS വരെ ഉള്ളൂ. 120 FPS 8K ഫുട്ടേജുകളോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, ബാക്ക് ക്യാമറ വെച്ച് 1x വെച്ച് നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. 4K 30 FPS 60 FPS ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല 4K 120 FPS-ഉം 4K 240 FPS-ൻ്റെ സ്ലോ മോഷനും ഈ ഫോൺ ഉണ്ട്. ഡോൾബി വിഷന് സപ്പോർട്ട് 4Kയിലും 8K 30 FPS സപ്പോർട്ടുണ്ട്. അത് ഡോൾബി വിഷനിലുണ്ട്. ആൻഡ് നമ്മൾ ബാക്കിൽ ലൈറ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഹൈലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ബാക്ക് ബ്ലോൺ ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് അൾട്രാ വൈഡ് എല്ലാം 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ലെൻസും വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇതാണ്ട് അൾട്രാ വൈഡ് പോവാം, 1x പോവാം. പക്ഷേ കളർ ഷിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്ന പോലെ 1xും 3xലും തമ്മിൽ നല്ല ഒരു കളർ ഷിഫ്റ്റ് വരുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കും ഒരു പിടിയില്ല. ഭയങ്കരമായിട്ട് ബ്ലോൺ ഔട്ട് ആയതുപോലെയാണ്. പക്ഷേ അൾട്രാ വൈഡൊക്കെ ഇടുമ്പോൾ ആ ഒരു പ്രശ്നമല്ല. ഈ 1x ഇത്തിരി എന്തോ പോലെയാണ് ഇരിക്കുന്നത്. അതെന്തിനാണ് അവസ്ഥയെന്ന് എനിക്കും വലിയ പിടിയില്ല. അതേപോലെ ഈ സാധനം പോസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും നിങ്ങൾക്ക് പറ്റും വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. എന്താണെങ്കിലും ഈ ഒരു 3x നമുക്ക് OIS ഒക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള ഇങ്ങനത്തെ ഹാൻഡ് ഹെൽഡ് ഷോട്ട്സൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. സോ അതേപോലെ തന്നെ മാക്രോ ഷോട്ട്സും നിങ്ങൾക്ക് വീഡിയോ വെച്ച് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്രോ ഷോട്ടാണ്. നമുക്ക് ഇത്രയും അടുത്തൊക്കെ പോവാം സബ്ജക്റ്റിൻ്റെ. ബിക്കോസ് ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വീഡിയോയിൽ മാക്രോ ഷോട്ട് ഇതേപോലെ ഇരുന്ന് എടുക്കാം. അതൊക്കെ അടുത്ത് പോകാം. പൂച്ചയുടെ വായിൻ്റെ അകത്ത് വേണമെങ്കിലും പോകാം. കണ്ടോ, ഇങ്ങനത്തെ ഷോട്ട്സ് നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി. ബാക്കിൽ ലൈറ്റ് വന്നാൽ ഇതുപോലെ ബ്ലോൺ ഔട്ട് ആയിരിക്കും. നമ്മളെ ഫേസ് ഇങ്ങനെ ഇരിക്കും. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ വീഡിയോ ഇങ്ങനെ ഇരിക്കും.
നിന്ന് നിപ്പിൽ പോസ് ചെയ്യാൻ പറ്റും. അതേപോലെ നിന്ന് നിപ്പിൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ നിന്ന് നിപ്പിൽ ബാക്ക് ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. ഇവിടെയാണ് അണ്ണൻ റൂൾ ചെയ്യുന്നത്. എനിക്ക് അണ്ണനെയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് മറ്റേ ത്വാന കാശൊന്നും തന്നിട്ടില്ല. ഇനി ആരെ വിട്ട് ആണ ഇടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നാലും ഒരുത്തന്മാർ വന്ന് ഇവിടെ താഴെ വന്നിരുന്ന് പട്ടി കുരയ്ക്കണ പോലെ കുരയ്ക്കും. ഓ അവൻ കാശ് മേടിച്ചടേ അവൻ്റെ അപ്പൂപ്പനാണ് എനിക്ക് കാശ് അയച്ചു തന്നത്. ഈ പറയണവൻ്റെ ഞാൻ അപ്പൂപ്പനിലോട്ട് പോയത് എൻ്റെ മര്യാദ. വേറെ പലതാണ് ഞാൻ പറയാൻ വന്നത്. ഈ വന്ന് കമൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നീയൊക്കെ ഏത് ബേസിസിലാണ് അങ്ങനത്തെ ഒരു വൃത്തികെട്ട അലിഗേഷൻ എൻ്റെ തലയിൽ വെച്ച് തന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെയൊക്കെ പരിചയമുള്ള ഏവനുമാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് മോട്ടോറോള തന്നെയാണേ ഷാസാമിനൊന്ന് കൊടുത്തേക്കണേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചു തരണത്. സോറി, മോട്ടോറോള അല്ലേ, വിവോ. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പേഴ്സണൽ യൂസ് സിനാരിയോയിലാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഫോണ് ഈസ് റിയലി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ടേക്കിംഗ് പിക്ചേഴ്സ്. അതെനിക്കിനി പറയാൻ യാതൊരു മടിയുമില്ല. ഇതിൻ്റെ അത് പാൻറ്റോണ്ട കളറുണ്ട്, തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇതിലുള്ള ഒരു പോസിറ്റീവ് ഘടകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8K വീഡിയോ നിങ്ങൾക്ക് ഡോൾബി വിഷൻ്റെ നിങ്ങൾക്ക് എടുക്കാം. അത് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് യു ക്യാൻ ഓപ്റ്റ് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. അതേപോലെ 4K 120 FPS സ്ലോ മോഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അത് 4K 240 FPS വരെ സ്ലോ മോഷൻ നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് എടുക്കാൻ പറ്റും. മാക്രോ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് എടുക്കാൻ പറ്റും. അതൊക്കെ ഇതിൽ കേപ്പബിൾ ആയിട്ട് ഞാൻ ആ ഫീച്ചേഴ്സ് ഒന്നും കണ്ടില്ല. ഇത് വെരി എവിഡൻ്റ്ലി തന്നെ നമുക്കിത് കാണാം. നമുക്ക് ഇവിടെ മറ്റേ ക്യാമറ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വീഡിയോയിൽ പോകുമ്പോൾ ഇവിടെ ഒരു പൂവിൻ്റെ ഒരു സൈനുണ്ട്. ഒരു പൂവിൻ്റെ സൈൻ ഉണ്ടോ? ഈ പൂവിൻ്റെ സൈൻ ഇട്ട് കഴിഞ്ഞാൽ മാക്രോ മോഡിലോട്ട് പോകും. ഓക്കെ, അപ്പം ആ സാധനമൊക്കെ ഈ ഫോണിലാണുള്ളത്. നമുക്ക് നല്ല ഡോൾബി വിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4Kയിൽ തന്നെ ഡോൾബി വിഷൻ 60 വരെ നമുക്ക് എടുക്കാം. 8K നമുക്ക് 630 FPS വരെ എടുക്കാം. ഡോൾബി വിഷൻ ഞാൻ എടുക്കാറില്ല, പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ലോ മോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് FHD 120 ഉണ്ട്. അതേപോലെ 4K 240 Hz 4K 240 FPS നിങ്ങൾക്ക് സ്ലോ മോഷൻ വീഡിയോ ഈ ഒരു ഫോണിൽ എടുക്കാം. ഇത് മോട്ടോറോളയിൽ മാത്രമാണ് ഉള്ളത്. ഫോട്ടോ എടുക്കാൻ അണ്ണൻ മറ്റേ DxMO മാർക്കിൽ ഗോൾഡ് അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് വെച്ചെടുക്കുന്ന പോർട്രേറ്റ് ഷോട്ട്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഒരു കളർ ടോൺ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു കളർ സയൻസ് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഈ ഒരു വിവോൻ്റെതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഏതാ കമ്പനി? ഓണർ. മറ്റേനേക്കാളും ബെറ്ററാ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ വൈസ് ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എ വെരി ഗുഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. പക്ഷേ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞത്. പുതിയ ഫോണാണ്, അവരെ പുതിയ ഒരു സീരീസാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. എന്താണ് എന്നുള്ളത് നമുക്ക് പോകെ മനസ്സിലാകത്തുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ലിറ്ററലി എ ന്യൂ ഫോൺ ഈ പറയുന്ന സാധനം. സോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്പെക്ക് വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ടേക്ക് ദിസ് ഫോൺ. നിങ്ങൾക്ക് സ്പെക്ക് മതി, വേറെ ഒന്നും മതി. ഇപ്പോൾ ഇതിലിപ്പോൾ USB 3.2 ആണ് ജെൻ, ഇത് USB 2.0 ആണ്. ഇതിൽ LTPS ആണ്, ഇതിൽ ഡോൾബി വിഷൻ ഇല്ല. ഇതിൽ ഡോൾബി വിഷൻ ഉണ്ട്, ഇതിൽ LTPO പാനലാണ് വരുന്നത്. വലിയ ഫോണാണ്, ടോപ്പ് ഓഫ് ദ ലൈൻ ക്യാമറ സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവരിതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ, സ്പെക്ക് വൈസ് ഒരു ഫോൺ മതിയെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ദിസ് ഫോൺ. നോ ഡൗട്ട്സ്, നോ ഡൗട്ട്സ്. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഐ വുഡ് സേ ദിസ് ഇസ് എ ഓവറോൾ എ ബെറ്റർ ഫോൺ. ഇത് എല്ലാത്തിനും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വേണമെങ്കിൽ ഇതിലോട്ട് പോവുക. ഇതിൻ്റെ വില എനിക്ക് 60,000 രൂപയ്ക്ക് എന്തുവാണ് നമ്മളെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി എ റിയലി ഗുഡ് പ്രൈസ്. ഇനിയും നിങ്ങളുടെ ഓഫറിൽ മറ്റേ കാർഡും കാര്യങ്ങളൊക്കെ വെച്ച് 55,000 രൂപ വരെ ഇത് പോവാം. അതേ അവസ്ഥ തന്നെയാണ് ഈ ഫോണിനും. ആൻഡ് ഈ ഫോണ് ദുബൈയിൽ അവിടെയാണ് വിറ്റ്. ഇത് 3,999 ദിർഹംസ് ആണ് ഈ ഫോണിൻ്റെ വില. അതായത് നമ്മുടെ നാട്ടിലെ 95,000 രൂപ. 16 GB റാമും അതേപോലെ തന്നെ ഈ പറയുന്ന 512 GB ഈ ഒറ്റ മോഡലേ ഉള്ളൂ ദുബൈയിൽ. ഇവർ പറയണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തോ ഇപ്പോൾ ഒരു ഓഫർ വെച്ചിട്ട് എന്തോ ഒരു ടാബും ചാർജറും അങ്ങനെയൊക്കെ എക്സ്ട്രാ എന്തൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ പോലും ഇതിനെയും കാട്ടിലും ബെറ്റർ ഫോണുണ്ടാ. ഓണർ മാജിക് 8 Pro ഉണ്ട്, Vivo X300 ഉണ്ട്. കുറച്ചും കൂടെ കാശിട്ട് കഴിഞ്ഞാൽ X300 Pro എടുക്കാം. അപ്പോൾ പിന്നെ ഇവിടെ സർവീസൊക്കെ ടോപ്പിന് വെച്ചാണേ. മോട്ടോറോളയുടെ സർവീസ് ഇസ് വെരി ഗുഡ് ദുബായ്. അപ്പോൾ നിങ്ങൾ ദുബായിലുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു അത്യാവശ്യം എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോയും പരിപാടിയൊക്കെ മതി, നിങ്ങൾക്കൊരു അത്യാവശ്യം സ്പെക്ക് മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ദിസ് ഫോൺ. നിങ്ങൾക്ക് മറ്റേ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് Gen 5 ഒന്നും അല്ല, മറ്റേ അവിടെ Gen 5 ഒക്കെയാണ് ഓണറിൻ്റെ മാജിക് 8 പ്രോയിൽ. അതാണ് ആകെയുള്ളൊരു വിഷയം. അതൊരു വിഷയം അല്ലെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം. പക്ഷേ നാട്ടിലുള്ളത് ഞാൻ പറയണത് ഈ എണ്ണനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി ബാക്കിയുള്ള നിങ്ങൾ ഇനിയും വന്നിട്ട് നിങ്ങൾ എന്നാലും ബ്രോ ഈ സിഗ്നേച്ചറാണോ X200T ആണോ ബെറ്റർ എന്ന് എൻ്റെ അടുത്ത് ഇനി ചോദിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. ഉള്ളതൊക്കെ വളരെ ഉള്ള കാര്യം പറയണതാണ്. പിന്നെ ഞാൻ പറയല്ലേ വൈഫൈ പരിപാടിയൊക്കെ ആയിക്കോട്ടെ, 5G ബാൻഡ്സ് ആയിക്കോട്ടെ, പിന്നെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എല്ലാ പരിപാടിയും വരുന്നുണ്ട് ഇതിൻ്റെ അത് രണ്ടിലും വരുന്നുണ്ട്. സോ അതിലൊന്നും വിഷയമൊന്നുമില്ല. രണ്ടിലും ഹെഡ്ഫോൺസ് ജാക്കൊന്നുമില്ല, ഐ മിസ് ദാറ്റ്. ഡ്യുവൽ സിം സപ്പോർട്ട്, ഈ സിമ്മ്, IP റേറ്റിംഗ്, മറ്റത് മറിച്ചത്. ഞാൻ പറയും ഒരു അത്യാവശ്യം രണ്ടും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഫോണാണ്. നിങ്ങൾ രണ്ടും എടുക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് തന്നെയാണ്, സർവീസും സോഫ്റ്റ്വെയറും. അത് മോട്ടോറോള ഷുഡ് ടേക്ക് എൻ ഇനിഷ്യേറ്റീവ് ആൻഡ് ഫിക്സ് ഇറ്റ്. അതല്ല വേറെ ആർക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. എന്താണെങ്കിലും രണ്ടും നല്ല ഫോണുകൾ തന്നെയാണ്. നാട്ടിലുള്ളവർക്ക് ഇൻ മൈ ഒപ്പീനിയൻ ഐ പ്രിഫർ X200T. ദുബായിലുള്ളവർക്ക് നിങ്ങളിഷ്ടം, എനിക്കൊന്നും പറയാം. പിന്നെ ഇതൊക്കെ ഉണ്ട്, മറ്റേ ഇങ്ങനെ ആക്കുമ്പോൾ ലൈറ്റ് കത്തുന്നത് ഇങ്ങനെ ആകും. ഇതിലൊരു മുട്ടൻ വിറ്റുണ്ട്. ഈ ഫോണിലും ആ സാധനമുണ്ട്, സെയിം സാധനമുണ്ട്. പക്ഷേ ഇതിൽ നണ്ടേ ഇങ്ങനെ ആക്കുമ്പോൾ ചോപ്പ് ചെയ്യുമ്പം വരും, ഇതിൽ വരും. വന്നില്ലേ? അത് വിറ്റാണ്. ഇത് വരും, ഇതിന് പോവില്ല, എന്ത് ചെയ്തിട്ടും പോവില്ല. പോകണമെങ്കിൽ ടോർച്ച് ഓഫ് ചെയ്യണം. വേണ്ടായിരുന്നു കേട്ടോ വിവോ, വെറുതെ എന്തിനായിരുന്നു. അപ്പോൾ എന്തിനാണെങ്കിലും അതാണ് എനിക്ക് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ഈ രണ്ട് ഫോണുകളും എനിക്ക് അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫോൺ മേടിക്കുന്നവരായിരിക്കും. നിങ്ങൾ മേടിക്കുന്നവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ബിക്കോസ് അതാണ് ശരിക്കുമുള്ള ഒരു ഫോൺ റിവ്യൂ. അപ്പോൾ ആ കമൻറ്റ് വായിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്നും ഏതെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഗൈസ്. എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഐ പ്രിഫർ വിവോ X200T മോർ ദാൻ ദി മോട്ടോറോള സിഗ്നേച്ചർ. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോൺ. ദേ കുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് കുറച്ചും കൂടെ. ഞാൻ പറയും ഇറ്റ് നല്ല ഫോണാണ്. ജസ്റ്റ് സർവീസും സോഫ്റ്റ്വെയർ നിങ്ങൾ സെറ്റാക്കിയ ഇത് ചുട്ടപ്പം പോലെ വിൽക്കും. അല്ലെങ്കിൽ തന്നെ ഈ ആൾക്കാർ ഈ ഫോൺ എടുക്കും, യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ സ്പെക്ക് വൈസ് തന്നെ ഈ ഫോൺ അടിപൊളി തന്നെയാണ്. ജസ്റ്റ് മറ്റതൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ ഈ ഫോണിനൊരു വാല്യൂ വരും. മനസ്സിലായി? നിങ്ങൾ തന്നെയാണ് ഇത് കുളവാക്കണം. പ്ലീസ് മേക്ക് ഷുവർ യു ഡു സംതിങ് അബൌട്ട് the software consistencies. You have to be consistent when it comes to providing software support, and also equal importance should be given to the after sales service. If you can provide that, this brand has a really good potential to shine in India. ഇതിൽ കൂടുതൽ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞുകൂടാ മോട്ടോറോള. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ താഴെ പറയുക. ഞാൻ ചില സ്പെക്ക് ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്ത് പോയി കാണും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. ഞാൻ കാണുകയാണെങ്കിൽ അതിനുള്ളൊരു ഉത്തരം ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ടോ ഞാൻ രേഖപ്പെടുത്താം. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഫോൺസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.